ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രമ്യാസ് വേൾഡ്. എല്ലാവരും എന്തെടുക്കുകയാണ്? സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. ഇന്ന് എനിക്കൊരു PSC എക്സാം ഉണ്ട് ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നല്ല പുട്ടും കടലക്കറിയൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോണത്. അത്ര രാവിലെയൊന്നല്ല, ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. കുറേ കാലത്തിന് ശേഷം ഞാൻ പൂതക്കാട്ടെന്നാണ് കേട്ടോ ഗൈസ് ഇന്ന് പരീക്ഷയ്ക്ക് പോണത്. ഇന്നാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ലീവുമാണ്. അപ്പോൾ പീലിക്കുട്ടീനെ അമ്മയുടെ അടുത്താക്കിയിട്ട് പോവാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തന്നെയാണ് ചെയ്യുന്നതും. ഫസ്റ്റ് ടൈമാണ് കേട്ടോ പീലിക്കുട്ടി ഒറ്റയ്ക്ക് ഇവിടെ പൂതക്കാട് നിൽക്കുന്നത്. അങ്ങനെ പൂതക്കാട് നിർത്തിയിട്ട് ഞാൻ ഇതുവരെയായിട്ട് പോയിട്ടില്ല. ഒന്നില്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ കണ്ണേട്ടന് എപ്പോഴും പീലിക്കുട്ടിയുടെ കൂടെ ഉണ്ടാവും. ഞങ്ങളങ്ങനെ വേറെ ആരുടെ അടുത്തും നിർത്തി പോവാറില്ല കേട്ടോ. ദിച്ചു ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇല്ല, അവന് കാറൽമണ്ണയാണ് കേട്ടോ. അപ്പോൾ എന്നെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പ് വരെ അവർ വരികയായിരുന്നു കേട്ടോ. ബസ് സ്റ്റോപ്പ് വരെ വരില്ല, ഒരു പറമ്പുണ്ട് കേട്ടോ, അതുവരെ വരും. പിന്നെ ഞാൻ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു, പീലിക്കുട്ടിക്ക് ഒന്ന് മൂഡ് മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എന്നെ ഇവിടെ ആക്കിയിട്ട് അവർ പോയിട്ടുണ്ടായിരുന്നു കേസ്. അപ്പോൾ അങ്ങനെ ഞാനിതാ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ നമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക്. അപ്പോൾ പീലിക്കുട്ടീനോട് യാത്ര പറഞ്ഞിട്ടൊന്നല്ല കേട്ടോ ഞാൻ പോണത്. പീലിക്കുട്ടി എന്നെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ ശ്രദ്ധ മാറ്റിയിട്ട് അങ്ങനെ തിരിച്ചു കൊണ്ടുപോകുമായിരുന്നു. ഇടയ്ക്കൊക്കെ ഞാൻ പീലിക്കുട്ടീനെ കണ്ണേട്ടൻ്റെ അടുത്ത് ആക്കിയിട്ട് ടൗണിലേക്കൊക്കെ പോകാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്കിട്ട് ചെറിയ പേടിയുണ്ട് കേട്ടോ ഞാൻ ഇട്ടിട്ട് പോകുമോ എന്നുള്ളത്. അപ്പം അങ്ങനെ ഞാൻ പൂതക്കാട് ബസ്സിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. ഇവിടേക്ക് അങ്ങനെ ഇപ്പോഴും ബസ്സൊന്നും ഇല്ല കേട്ടോ, കുറച്ച് ടൈമുകളിൽ മാത്രമാണ് ബസ്സുള്ളത്. അപ്പം അങ്ങനെ 11 മണി ബസ്സിനാണ് പോണത്. എനിക്ക് എക്സാം ഉണ്ടായിരുന്നത് ഒറ്റപ്പാലം ലക്കിടിയിൽ ജവഹർലാൽ കോളേജിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് നടക്കേണ്ടതുണ്ട് ബസ് ഇറങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ നടന്നു പോവുകയാണ് ഗൈസ്. ഇവിടെ 2 കോളേജ് ഉണ്ട് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ബസ്സിൽ ചോദിച്ചിട്ടപ്പോൾ എൻ്റെ അടുത്ത് വേറൊരു കോളേജും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ ഇവിടെയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇവിടെ ആയിരുന്നു കേട്ടോ എക്സാം ഉള്ളത്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഗൈസ് നടന്നു വന്നത്. അല്ലെങ്കിൽ ബസ് ഇറങ്ങുമ്പോൾ കുറേ പേരെ കാണാറൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ അങ്ങനെ ആരെയും കണ്ടതൊന്നുമില്ല. അങ്ങനെ സിലബസൊക്കെ കംപ്ലീറ്റ് ആക്കാതെ എല്ലാ എക്സാമും അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പാണ് കേസ്. സിലബസ് ഒന്നും കംപ്ലീറ്റ് ആക്കില്ല, എന്നാലും എക്സാമൊക്കെ എഴുതും കേട്ടോ. എന്നാലേ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ഞാൻ ബെറ്ററായി വരുന്നുണ്ട് എന്നുള്ളത്. ആദ്യം എഴുതുന്നതിൻ്റെക്കാട്ടിലും നല്ല ബെറ്ററായിട്ടുണ്ട്. തുടക്കത്തിൽ ഒരു 20 എണ്ണം ശരിയാക്കുന്ന എനിക്ക് ഇന്നൊരു 60 എണ്ണം ശരിയാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്നെ ചതിക്കുന്നത് നെഗറ്റീവ്സാണ് കേസ്. എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് എക്സാം ഹാളിൽ കയറിയാൽ. റിവിഷൻ ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ്. എനിക്ക് റിവിഷൻ ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പഠിച്ചിങ്ങനെ പോണതാണ് ഇഷ്ടം. റിവിഷൻ ചെയ്യാൻ ഭയങ്കര മടിയാണ്. പിന്നെ ഇപ്പോൾ പഠിപ്പൊന്നും അത്ര പ്രോപ്പറായിട്ട് നടക്കൊന്നുമില്ല. വീട്ടിലത്തെ പണികളും പീലിക്കുട്ടിയുടെ കാര്യങ്ങൾ, ദിച്ചുവിൻ്റെ എക്സാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളല്ലേ കേസ്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഓരോ എക്സ്ക്യൂസുകൾ പറയാനുണ്ടാവില്ലേ? അങ്ങനെ എക്സ്ക്യൂസിലൊന്നും ഇവിടെ ഒരു കാര്യമില്ല കേസ്. എക്സ്ക്യൂസുകളൊക്കെ ഓവർകം ചെയ്തിട്ട് വിജയത്തിലേക്ക് എത്തുകയാണ് നമ്മുടെ ലക്ഷ്യം. അതൊക്കെ എനിക്കറിയാം കേസ്. ഭയങ്കര മോട്ടിവേഷൻ പറയാനൊക്കെ എനിക്കറിയും. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഞാനത് തീരെ എടുക്കാറില്ല. അതാണ് എൻ്റെ ഒരു പ്രശ്നം. എൻ്റെ ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം എന്താണെന്നറിയോ? പഠിക്കുമ്പോൾ വിചാരിക്കും വീഡിയോ ചെയ്യാമെന്ന്, വീഡിയോ ചെയ്യുമ്പോൾ വിചാരിക്കും പഠിക്കാമെന്ന്. അപ്പോൾ അങ്ങനെ രണ്ടും നടക്കാത്തൊരവസ്ഥയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇപ്പോൾ പഠിക്കാമെന്ന് വിചാരിച്ചിട്ടിരുന്ന് പഠിക്കുമ്പോൾ അയ്യോ വീഡിയോ ചെയ്യാമല്ലോ എന്നാണ് എനിക്കപ്പോൾ തോന്നുക. അങ്ങനെ ഞാൻ കൂടുതലായിട്ടും പഠിക്കുന്നത് എന്തെങ്കിലും പണികളൊക്കെ എടുക്കുമ്പോഴാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മെമ്മറിയിൽ അവിടെ നിന്നോളും. അപ്പോൾ എന്തായാലും അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേസ്. അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ ആ 2 കഷ്ണം പുട്ടല്ലേ കുത്തി കയറ്റിയിട്ടുള്ളത്. അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു 3:30 ആയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. ആദ്യമൊക്കെ എക്സാമിന് പോകുമ്പോൾ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് പോയി കഴിക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് പോകാറുമില്ലായിരുന്നു. കണ്ണേട്ടൻ്റെ കൂടെയാണ് അധികം പോയിട്ടുണ്ടായിരുന്നത്. അധികം എനിക്ക് പാലക്കാടൊക്കെയാണ് കിട്ടുക. ഇപ്പോൾ അടുത്തായിട്ടാണ് ഇങ്ങനെ നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ ഒറ്റപ്പാലം അങ്ങനെയൊക്കെ കിട്ടുന്നത് കേട്ടോ. ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ഒറ്റയ്ക്ക് ബസ് കയറി വരാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോവാണ് കേട്ടോ. പഠിച്ച ഏതൊക്കെയോ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേസ് ഞാൻ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഇന്ന് വൈകുന്നേരം തന്നെ കാറൽമണ്ണയ്ക്ക് പോകണം. മറ്റന്നാൾ അച്ഛൻ്റെ 80ാം പിറന്നാളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ പോകണം. പിന്നെ ഞാൻ വീട്ടിൽ ചെന്നിട്ടുള്ള വീഡിയോസോ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.